വ്യാപാര കരാറുകളുടെ മാതാവ് അങ്ങനെ 2 പതിറ്റാണ്ട് നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും നാഴികക്കല്ലായ ഒരു ഉഭയകക്ഷി വ്യാപാര സുരക്ഷാ കരാറിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അന്തർദേശീയ തലത്തിൽ അടുത്തിടെയുണ്ടായ ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കാവുന്ന വമ്പൻ കരാറുകളിൽ ഒന്നാണ് യാഥാർത്ഥ്യമാകുന്നത്. പുതുയുഗത്തിന് തുടക്കമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. ഇന്ത്യ വളരുമ്പോൾ ലോകം സുസ്ഥിരമാകുമെന്ന വിശേഷണത്തോടെയാണ് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ കരാറിനെ അംഗീകരിച്ചത്. വ്യാപാര കരാറുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ വമ്പൻ കരാർ ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് കുതിപ്പേകുമോ? ആദ്യം RD-Extra. കരാറിലൂടെ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായ 27 രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഇളവോടെ പ്രവേശനം സാധ്യമാകും. ആഗോള വ്യാപാര മേഖലയിലെ 1/5 ലോക ജനസംഖ്യയുടെ 1/4 ഈ രാജ്യങ്ങളിലായതിനാൽ ഇരു സമ്പദ് വ്യവസ്ഥയ്ക്കും കരാർ ഒരുപോലെ ഗുണം ചെയ്യും. നിർണായക ചുവടുവെപ്പിനെ കരാറുകളുടെ മാതാവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. ഉത്പാദന സേവന മേഖലകൾക്ക് വമ്പൻ ഉത്തേജനം നൽകുന്നതിനൊപ്പം ഇന്ത്യയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വ്യാപാരം ചെയ്യുന്ന 97% ഉൽപ്പന്നങ്ങളുടെയും മൂല്യമനുസരിച്ച് താരിഫ് ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ കരാർ സഹായകമാകും. 6 മാസത്തിനുള്ളിലാകും കരാർ പ്രാബല്യത്തിൽ വരിക. വ്യാപാരത്തിനപ്പുറം പ്രതിരോധ മേഖലയിലെ സഹകരണവും ശക്തമാക്കാൻ ധാരണയായിട്ടുണ്ട്. ഇന്ത്യയുടെ പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾക്കായി 500 ദശലക്ഷം യൂറോയുടെ സാമ്പത്തിക സഹായവും യൂറോപ്യൻ യൂണിയൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വ്യാപാര കരാർ പ്രഖ്യാപനം പുറത്തു വന്നതോടെ കയറ്റുമതി കേന്ദ്രീകൃതമായ വ്യവസായ മേഖലകളിൽ ഓഹരി വിപണിയിലും നേട്ടമുണ്ടായി. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലെയ്ൻ, കൗൺസിൽ പ്രസിഡന്റ് ആന്റണിയോ കോസ്റ്റ എന്നിവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായാണ് കരാർ സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. RD-Extra ന്യൂസ് മലയാളം. കരാർ നടപ്പാക്കുന്ന ആദ്യ ദിവസം തന്നെ 90% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി തീരുവ യൂറോപ്യൻ യൂണിയൻ ഒഴിവാക്കും. കരാർ നടപ്പിലാകുന്നതിന്റെ ആദ്യ ദിവസം തന്നെ ഇന്ത്യ 30% യൂറോപ്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവയും നീക്കം ചെയ്യും. ഇന്ത്യയിലേക്കുള്ള യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങളുടെ 96.6% കയറ്റുമതി തീരുവ നീക്കം ചെയ്യുകയോ ഇളവ് ചെയ്യുകയോ ചെയ്യും. 3% ലെവികൾ 7 വർഷത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായി ഒഴിവാക്കും. ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, രാസവസ്തുക്കൾ, രത്നങ്ങൾ എന്നിവയുടെ തീരുവ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കും. 5 വർഷത്തിനകം യൂറോപ്യൻ യൂണിയന് കാറുകളുടെ തീരുവ 110 നിന്ന് 100 കുറയും. ഈ മട്ടിലാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. വൈനിന്റെ തീരുവ 150% നിന്ന് 20% കുറയും. 10 വർഷത്തിനകം ഇന്ത്യയിൽ യൂറോപ്യൻ യൂണിയന് 93% സാധനങ്ങൾക്കും തീരുവരഹിത പ്രവേശനം അനുവദിക്കും. യൂറോപ്യൻ യൂണിയന്റെ ഒപ്റ്റിക്കൽ, മെഡിക്കൽ, സർജിക്കൽ ഉപകരണങ്ങളുടെ 90% തീരുവയും ഒഴിവാക്കുകയും ചെയ്യും. ചെറുകിട കർഷകരെ സംരക്ഷിക്കാൻ ചില കാർഷികോൽപ്പന്നങ്ങൾക്ക് തീരുവ ഇളവുണ്ടാകില്ല. ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ സുരക്ഷാ സഹകരണം കൂടുതൽ ആഴത്തിലാക്കും. ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളൽ നിയന്ത്രിക്കാൻ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയെ പിന്തുണയ്ക്കും. 500 ദശലക്ഷം യൂറോയുടെ പദ്ധതിയാണ് ഇതിലൂടെ ഉണ്ടാവുക. കരാറിലൂടെ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധത്തെ സഹായിക്കുകയാണ് എന്നാണ് അമേരിക്ക പറയുന്നത്. യൂറോപ്പിനെതിരായ യുദ്ധത്തിന് യൂറോപ്പ് തന്നെ ഫണ്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്നാണ് വിമർശനം ഉയരുന്നത്. ആസിഫ് മുഹമ്മദ് ചേരുന്നു ഇതിൻ്റെ വിശകലനവുമായി. ആസിഫെ, ഈ 2006 എങ്ങാണ്ട് തുടങ്ങിയതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച. 20 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അത് കരാറിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ ട്രംപ് ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈ ചർച്ച നീണ്ടുപോയേനെ. ട്രംപ് ഉണ്ടായതുകൊണ്ടും ഈ കടുത്ത താരിഫുകൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ആ കാര്യത്തിൽ കുറച്ചുകൂടി വേഗത കൈവന്നിരിക്കുന്നു എന്ന് കരുതാമല്ലേ? തീർച്ചയായും ഒരു ഘട്ടത്തിൽ ട്രംപിൻ്റെ താരിഫ് യുദ്ധം, ഇന്ത്യക്കെതിരായുള്ള താരിഫ് യുദ്ധം, അത് ഒരു ഘട്ടത്തിൽ നമുക്ക് ഗുണം ചെയ്തു എന്ന് വേണം കരുതാൻ. കാരണം ഈ രാജ്യം വളരെയേറെ ആഗ്രഹിച്ച ഒരു കരാറെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ചർച്ച തുടങ്ങിയ കാലത്തുള്ള ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ രാജ്യമുള്ളത്. രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി വലിയ രീതിയിൽ കൂടിയ ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ് മേഖല, സമുദ്രോൽപ്പന്ന കയറ്റുമതി തുടങ്ങിയ മേഖലകളിൽ വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഈ ട്രംപിൻ്റെ അധിക തീരുവ വരികയും ഒരു തിരിച്ചടി ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയും ചെയ്തത്. പക്ഷേ ഈ ഒരു കരാർ നടപ്പിലാകുന്നതോടുകൂടി ആ ഒരു പ്രതിസന്ധികൾ അതിജീവിക്കാൻ കഴിയും. 27 രാജ്യങ്ങളിലേക്കാണ് നമ്മളുടെ ഒരു വിപണി തുറന്നു കിട്ടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ ഒരു മത്സരാധിഷ്ഠിതമായ ഒരു വ്യവസ്ഥയിൽ കൂടെ മാത്രമാണ് ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയുക. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾക്കും അതുപോലെ തന്നെ സമുദ്രോൽപ്പന്നങ്ങൾക്കും വലിയ രീതിയിലുള്ള ഡിമാൻഡ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉള്ളതാണ്. അത് ഈ ഒരു തീരുവ കുറവ് കൂടി വരുന്നതോടുകൂടി അതിൻ്റെ വിപണി വലിയ വിശാലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വലിയ അവസരങ്ങൾ തുറന്നിട്ട് തരുന്ന ഒരു കരാറായി തന്നെ നമുക്ക് ഇതിനെ വിലയിരുത്താൻ കഴിയും. മാത്രമല്ല വിദേശ കാറുകളുടെയൊക്കെ വരവ് 110% നിന്ന് ഘട്ടം ഘട്ടമായി 10%ലേക്കാണ് ഈ നികുതി കുറയുന്നത്. അതോടുകൂടി യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള കാറുകൾ വലിയ വിലക്കുറവിൽ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകും. ആഭരണ രംഗത്തേക്കുള്ള കയറ്റുമതി അടക്കം വലിയ രീതിയിൽ മെച്ചപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ
എണ്ണ ഉൽപ്പന്നങ്ങളുടെ തിരിച്ചുള്ള കയറ്റുമതിക്ക് ഇന്ത്യക്ക് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ രാജ്യത്തിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ സംശയം പ്രകടിപ്പിക്കേണ്ടതില്ല. സ്വാഭാവികമായും ചില ഉൽപ്പന്നങ്ങൾക്ക് നമ്മളൊരു ഇളവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പരമ്പരാഗത വ്യവസായങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ചില കാർഷിക ഉൽപ്പന്നങ്ങൾക്കടക്കം അത് ഈ തീരുവയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു കരാറിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ അതിനെ സംരക്ഷിച്ചു കൂടിക്കൊണ്ടാണ് ഈ ഒരു കരാർ അന്തിമ രൂപത്തിലേക്ക് എത്തുക. എങ്കിൽ പോലും ഇത് നടപ്പിലാക്കാൻ ഒരു ചെറിയ കാലതാമസം ഉണ്ടാകും. 6 മാസത്തിനും 7 മാസത്തിനും ഇടയിൽ വരുന്ന കാലയളവിലായിരിക്കും ഇതിൻ്റെ ആദ്യഘട്ട നടപടികളിലേക്ക് കടക്കാൻ കഴിയുക. ഒരു 6 വർഷം 7 വർഷത്തുകൊണ്ട് ഇത് പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ആ ഒരു കാലയളവ് എത്തുമ്പോഴേക്കും ഈ വ്യാപാര മേഖലകളിലെ കൊടുക്കൽ വാങ്ങലുകളിൽ യൂറോപ്യൻ യൂണിയൻ ഉണ്ടാകുന്നത് പോലെ തന്നെ ഇന്ത്യക്കും വലിയ നേട്ടമുണ്ടാകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായും. പക്ഷേ ആശങ്കയുടെ തലം ചിലയിടത്തൊക്കെ ഉണ്ട്. ആ നിലയ്ക്കുള്ള ആശങ്കകൾ ചിലരൊക്കെ ഉന്നയിക്കുന്നുമുണ്ട്. കാരണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഈ ഏതെങ്കിലും തരത്തിലുള്ള തകർച്ച നേരിടുമോ എന്നത് സംബന്ധിച്ച് മത്സരക്ഷമത യൂറോപ്യൻ യൂണിയനുമായി ഏത് തരത്തിലായിരിക്കും ഇന്ത്യക്ക് ഉണ്ടാവുക എന്നത് സംബന്ധിച്ചൊക്കെയുള്ള ചർച്ച ഇവിടെയുണ്ട് അവിടെയുണ്ട്. പക്ഷേ ഇരു മേഖലകളും, അതായത് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള ഈ കരാറിലൂടെ സാധ്യമാകുന്നത് 2 ബില്യൺ ആളുകൾ ഒരുമിച്ച് ചേരുന്ന ഒരു സാഹചര്യമാണ്. ഒരു വലിയ ഫ്രീ ട്രേഡ് സോണിനെ ഇത് സൃഷ്ടിക്കുന്നുണ്ട്. ഗ്ലോബൽ ജി ഡി പിയുടെ 25% ഇതിൽ ഉൾച്ചേർന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ കാറുകൾക്കൊക്കെ യൂറോപ്യൻ യൂണിയനിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാറുകൾക്ക് 10% മാത്രം നികുതി നിരക്കിൽ ഇന്ത്യയിൽ ലഭ്യമാകുന്ന സാഹചര്യത്തിലേക്കാണ് ഈ ട്രേഡ് യാഥാർത്ഥ്യമാകുന്നതിലൂടെ, ഈ ഡീൽ യാഥാർത്ഥ്യമാകുന്നതിലൂടെ കാര്യങ്ങൾ എത്തിച്ചേരുക. വൈൻ്റെ വില ഗണ്യമായി കുറയുന്നു. 150% ഇപ്പോൾ ടാക്സ് ഉള്ളത്. അത് 20-30% കുറയുന്നു എന്നുള്ള സാഹചര്യമുണ്ട്. അഗ്രികൾച്ചർ, ഡയറി ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയെ കുഴപ്പത്തിലാക്കാതിരിക്കുന്നതിന് വേണ്ടി അത്തരം വിവരങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ഈ കരാറിൽ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഗണ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയാണ് യൂറോപ്യൻ യൂണിയൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അത് പ്രതിസന്ധിയിലാവരുത്, കൂടുതൽ കുഴപ്പത്തിലാവരുത് എന്നതുകൊണ്ട് ആ നിലയ്ക്കുള്ള ഒരു നീക്കം നടത്തുന്നുമുണ്ട്. ഗ്ലോബൽ ട്രേഡിൻ്റെ 1/3 ഈ മേഖലയിലാണ് ഇനി സാധ്യമാവുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഇതിനെ എല്ലാ അർത്ഥത്തിലും അമേരിക്ക എതിർക്കുന്ന സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കാതെ പോകരുത്. ഇപ്പോൾ ഈ അമേരിക്ക ഫസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ ഇമ്പോർട്ടുകൾക്ക് 50% താരിഫും യൂറോപ്യൻ യൂണിയൻ സ്റ്റീലിന് 25% താരിഫും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ റഷ്യൻ ഓയിൽ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളും നിരന്തരമായ യൂറോപ്യൻ യൂണിയനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഇടപെടലുകളും ഒക്കെ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ റഷ്യ യുദ്ധത്തിൽ യുക്രൈനെ തകർക്കുന്നതിന് വേണ്ടി റഷ്യയെ സഹായിക്കുന്ന സമീപനം ഇന്ത്യ സ്വീകരിക്കുന്നു, അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ എന്നത് നേരത്തെ ഉന്നയിച്ച ആരോപണമാണ്. അതിനപ്പുറത്ത് കിടത്തി യൂറോപ്യൻ യൂണിയനെയും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിൽ ആ ആരോപണം ട്രംപും അമേരിക്കയും ഉന്നയിക്കുന്നു എന്നുള്ളതുണ്ട്. 2007 തുടക്കം കുറിച്ചതാണ് ഈ വ്യാപാര കരാർ ചർച്ചകൾ. പല തവണ മുടങ്ങിയിട്ടും പുനരാരംഭിച്ചും ഒക്കെയാണ് ഇതിപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത്. ആഗോള ജി ഡി പിയുടെ 25% ആഗോള വ്യാപാരത്തിൻ്റെ 1/3 പ്രതിനിധീകരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. 2 വലിയ സമ്പദ് വ്യവസ്ഥകളാണിത്. ഇവർ തമ്മിലുള്ള കരാർ എന്നത് ലോക സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. അമേരിക്ക തീരുവ ഉയർത്തി സമ്മർദ്ദം ചെലുത്തുന്നതിനിടെ യൂറോപ്യൻ യൂണിയനുമായി ഒരു കരാറിലെത്താനാവുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് തന്ത്രപരമായ ഒരു നീക്കമാണ്, വളരെ നിർണായകമാണ്. യൂറോപ്പിനെ സംബന്ധിച്ചാണെങ്കിലും അമേരിക്കയോടുള്ള അമിത ആശ്രിതത്വത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള നീക്കത്തിൻ്റെ ഒരു പടിയാണ് ഈ കരാർ എന്ന് തന്നെ നമുക്ക് കരുതാം. തൽക്കാലം RDX ഇവിടെ അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്.